ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രണ്ട് വ്യത്യസ്ത രുചികളിൽ ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ക്ഷീണം മാറാനൊക്കെ വളരെ നല്ലതാണ് ഈ ലെമൺ ജ്യൂസ്. അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം 1/2 ടേബിൾ സ്പൂൺ കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് അത് ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ, അത് അപ്പോഴേക്കും കുതിർന്ന് കിട്ടും. ഇവിടെ ഞാൻ 2 ലെയറിലുള്ള ലെമൺ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഓറഞ്ച് എടുക്കേണ്ടതാണ്. ഞാനിവിടെ ഓരോ ഗ്ലാസ് വീതമാണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാടിട്ടങ്ങ് അടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഓറഞ്ചിലെ കുരുവും ആ വെളുത്ത നാരുണ്ടല്ലോ അതൊക്കെ പരമാവധി കളഞ്ഞതിന് ശേഷം വേണം അടിച്ചെടുക്കാനായിട്ട്. ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനത് ക്യൂബ്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു 5-6 പീസൊക്കെ മതിയാകും. ഞാനിവിടെ അടിച്ചത് മുഴുവനായിട്ടും ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് അരക്കപ്പിന് താഴെ മുന്തിരിങ്ങയാണ്. ഒട്ടും കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്, നല്ല മധുരമുള്ള മുന്തിരിങ്ങ. അതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാനിത് അടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ലെയറിൽ ഓറഞ്ചും മുന്തിരിയും വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കുന്നത്. അങ്ങനെ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് ജ്യൂസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം കേട്ടോ മുന്തിരിയും ഓറഞ്ചും ഒക്കെ എടുക്കാനായിട്ട്. ഇവിടെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് നല്ല ഐസ് ക്യൂബ്സ് പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു മിക്സിംഗ് ബൗളിലിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നതും മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലെമൺ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് മധുരത്തോടൊപ്പം ഇതുപോലെ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓറഞ്ചിൻ്റെയും മുന്തിരിയുടെയൊക്കെ ക്യൂബ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന സബ്ജ സീഡ്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൽ ഓരോ സ്പൂൺ വീതം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സബ്ജ സീഡ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഇതിൽ ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5-6 ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മുന്തിരിയുടെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരിയുടെ ക്യൂബ്സ് കുറച്ചൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ആ വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ലെയറിൽ 2 വ്യത്യസ്ത ടേസ്റ്റിൽ ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓറഞ്ചും മുന്തിരിയും വെച്ച് തയ്യാറാക്കിയ ലെമൺ ജ്യൂസാണ്. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.